സയൻസിലെ ഹിസ്റ്ററി വിഭാഗത്തിലെ 4ാമത്തെ അധ്യായത്തിൻ്റെ അടുത്ത ഭാഗമാണ്. ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പുകളും എന്ന പാഠഭാഗമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ബ്രിട്ടീഷുകാരുടെ വരവ്, തുടർന്ന് അവർ ഇന്ത്യയെ അധീനതയിലാക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള 2 പ്രധാന യുദ്ധങ്ങൾ, പ്ലാസി യുദ്ധവും അതുപോലെ തന്നെ ബക്സാർ യുദ്ധവും, പിന്നീട് ബ്രിട്ടീഷുകാർ ഇന്ത്യയെ ചൂഷണം ചെയ്യുന്നതിനായി അവർ സ്വീകരിച്ചിട്ടുള്ള പ്രധാന നടപടികൾ. അതിൽ ഒന്നായിരുന്നു ഭൂനികുതി നയങ്ങൾ. ഈ ഭൂനികുതി നയങ്ങൾ നടപ്പാക്കിയത് ഏതൊക്കെ വർഷത്തിലാണ്, ഏതൊക്കെ ആളുകളാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് ബ്രിട്ടീഷുകാരുടെ ഈ ഭൂനികുതി വ്യവസ്ഥയിൽ ധാരാളം ചൂഷണത്തിന് വിധേയമായ ആളുകളായിരുന്നു കർഷകരെന്ന് പറയും. കർഷകരോട് ഭൂനികുതി നയങ്ങൾക്ക് പുറമെ ബ്രിട്ടീഷുകാർ ചെയ്ത മറ്റൊരു കാര്യമാണ് കൃഷിയുടെ വാണിജ്യവൽക്കരണം. എന്താണ് കൃഷിയുടെ വാണിജ്യവൽക്കരണം എന്ന് പറയുന്നത്? കൃഷിയുടെ വാണിജ്യവൽക്കരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് വിപണനം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഉൽപാദനത്തെയാണ് വാണിജ്യവൽക്കരണം എന്ന് പറയുന്നത്. അതായത് സാധനങ്ങൾ വിൽക്കുവാൻ വേണ്ടി മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സമ്പ്രദായം, ഇതിനെയാണ് നമ്മൾ വാണിജ്യവൽക്കരണം എന്ന് പറയുന്നത്. അപ്പോൾ ബ്രിട്ടീഷുകാർ നടപ്പാക്കിയിട്ടുള്ള കൃഷിയുടെ വാണിജ്യവൽക്കരണം എപ്രകാരമായിരുന്നു വെച്ചാൽ, ഭക്ഷ്യവിളകൾക്ക് പകരം നാണ്യവിളകൾ കൃഷി ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുകയാണ് ചെയ്തത്. ഇങ്ങനെയാണ് കൃഷിയുടെ വാണിജ്യവൽക്കരണം ആരംഭിക്കുന്നത്. നമുക്കറിയാം, അക്കാലഘട്ടത്തിൽ പ്രധാനമായിട്ടും കൃഷി ചെയ്തിരുന്നത് നീലം, പരുത്തി, തേയില, അതുപോലെ ചണം തുടങ്ങിയിട്ടുള്ള സാധനങ്ങളായിരുന്നു അന്ന് പ്രധാനമായിട്ടും കൃഷി ചെയ്തിരുന്നത്. ഇത് ഓരോ സ്ഥലങ്ങളിലും ഓരോ രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, കൃഷി ചെയ്തിരുന്നത്. നീലം കൃഷി ചെയ്തിരുന്നത് പ്രധാനമായും ബംഗാളും ബീഹാറിലുമായിരുന്നു. പരുത്തി കൃഷി ചെയ്തിരുന്നത് മഹാരാഷ്ട്രയിലും പഞ്ചാബിലുമായിരുന്നു. കരിമ്പ് കൃഷി ചെയ്തിരുന്നത് ഉത്തർപ്രദേശിലും, തേയില കൃഷി ചെയ്തിരുന്നത് ആസാം, കേരള എന്നിവിടങ്ങളിലും, ചണം കൃഷി ചെയ്തിരുന്നത് ബംഗാളിലും, ഗോതമ്പ് കൃഷി ചെയ്തിരുന്നത് പഞ്ചാബിലുമായിരുന്നു. ഈ നിലയിലായിരുന്നു കൃഷിയുടെ വാണിജ്യവൽക്കരണം നടന്നിരുന്നത്. ഇനി പറയാൻ പോകുന്നത് ഈ കൃഷിയുടെ വാണിജ്യവൽക്കരണത്തിന്റെ ഭാഗമായി ബ്രിട്ടീഷുകാർക്കെതിരെ നടന്നിട്ടുള്ള ആദ്യകാല ചെറുത്തുനിൽപ്പുകൾ അല്ലെങ്കിൽ ആദ്യകാല കർഷക സമരങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. 2 പ്രധാന കർഷക സമരങ്ങളാണ് ആ കാലഘട്ടത്തിൽ നടന്നിരുന്നത്. ഒന്ന് 1759 നടന്ന നീലം കർഷകരുടെ കലാപവും, പിന്നീട് 1921 തെക്കേ മലബാർ കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്നിരുന്ന മാപ്പിള കലാപങ്ങൾ. ഈ 2 കലാപങ്ങളുമാണ് കൃഷിയുടെ വാണിജ്യവൽക്കരണത്തിനെതിരായിട്ട് നടന്ന ബ്രിട്ടീഷുകാരുടെ ആദ്യകാല ചെറുത്തുനിൽപ്പുകൾ എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് ആദ്യം പറയാൻ പോകുന്നത് നീലം കർഷകരുടെ കലാപത്തെക്കുറിച്ചാണ്. നീലം എന്ന് പറയുന്ന വസ്തു എന്താണെന്ന് നമുക്കറിയാം. അതായത് വസ്ത്രങ്ങളിൽ ചായം മുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു അസംസ്കൃത വസ്തുവാണ് നീലം. ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് ഇതിന്റെ ആവശ്യം വർദ്ധിക്കുകയാണ് ചെയ്തത്. ആദ്യം നമുക്ക് പറയാനുള്ളത് നീലം കർഷക കലാപത്തെക്കുറിച്ചാണ്. നീലം കർഷക കലാപം എങ്ങനെയായിരുന്നു, എന്തായിരുന്നു അതിന്റെ കാരണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യമായി ഞാൻ പറയുന്നത് നീലം കർഷകരുടെ കലാപമാണ്. ഇൻഡിക്കോ റിവോൾട്ട് ആണ്. നീലം അഥവാ ഇൻഡിക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, വസ്ത്രത്തിൽ നിറം കൊടുക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന വസ്തുവാണ്, ഒരു ചെടിയിൽ നിന്നുള്ള വസ്തുവാണ് നീലം എന്ന് പറയുന്നത്. പണ്ട് കാലത്ത് ഈ കൃത്രിമമായ ആർട്ടിഫിഷ്യൽ കളേഴ്സൊക്കെ വരുന്നതിന് മുമ്പ് ഈ ചെടിയിൽ നിന്നുള്ള നിറമാണ് തുണിത്തരങ്ങൾക്ക് നിറം കൊടുക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി തുണിത്തരങ്ങൾക്ക് നിറം കൊടുക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഈ നീലത്തിന്റെ ആവശ്യം ബ്രിട്ടീഷ് ഭരണകാലത്ത് വർദ്ധിക്കുകയുണ്ടായി. ഇങ്ങനെ വർദ്ധിക്കാൻ കാരണം എന്തായിരുന്നു? 18ാം നൂറ്റാണ്ടിൽ വ്യാവസായിക വിപ്ലവം, ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഉണ്ടായ സമയത്ത് ഇംഗ്ലണ്ടിൽ തുണി നിർമ്മാണ രംഗത്ത്, ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ നല്ല പുരോഗതി ഉണ്ടായി. അപ്പോൾ ആ തുണികളിലൊക്കെ നീലം മുക്കാൻ വേണ്ടി ഈ ഇൻഡിക്കോ ആവശ്യമായി വന്നു. ഇങ്ങനെ ഇൻഡിക്കോ ആവശ്യമായി വന്ന സമയത്ത് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? ഇന്ത്യയിലെ കർഷകരെ കൊണ്ട് നിർബന്ധിപ്പിച്ച് ഇന്ത്യക്കാരുടെ കൃഷിഭൂമിയിൽ നീലം കൃഷി ചെയ്യിപ്പിച്ചു. മാത്രമല്ല, ഈ നീലം കൃഷി ചെയ്യാൻ വേണ്ടി കർഷകർക്ക് ഒരുപാട് സാമ്പത്തിക സഹായങ്ങളും ബ്രിട്ടീഷ് ഗവൺമെന്റ് കൊടുത്തിരുന്നു. എന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങളുടെ കൃഷിഭൂമിയുടെ ഏറ്റവും നല്ല ഫലഭൂയിഷ്ടമായ പ്രദേശത്ത്, ഫെർട്ടൈൽ ഏരിയ ഏതാണോ അവിടെയാണ് നീലം കൃഷി നടത്തേണ്ടത്. അവിടെ നിങ്ങൾ നിങ്ങളുടെ ഭക്ഷ്യവിളകളൊന്നും, ഗോതമ്പും നെല്ലൊന്നും നിങ്ങൾ കൃഷി ചെയ്യാൻ പാടില്ല, നീലം മാത്രമാണ് കൃഷി ചെയ്യേണ്ടത് എന്ന് ബ്രിട്ടീഷ്
ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരായ ഫാമേഴ്സിനോട് പറഞ്ഞു. അങ്ങനെ ഈ ബ്രിട്ടീഷുകാർ നിർബന്ധത്തിന് വഴങ്ങി. കാരണം അമിതമായ നികുതിയൊക്കെ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ആ നികുതി കൊടുക്കാനുള്ള പണമൊക്കെ സമ്പാദിക്കണമെന്ന് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ ഇന്ത്യക്കാരായ കർഷകർ ഇവരുടെ ഈ ആവശ്യത്തിന് വഴങ്ങുകയും ഇന്ത്യക്കാരുടെ കൃഷിഭൂമിയിൽ നീലം കൃഷി നടത്തുകയും ചെയ്തു. ഇങ്ങനെ നീലം കൃഷി നടത്തി കഴിഞ്ഞാൽ നല്ല തുക ലാഭം കിട്ടുമെന്നായിരുന്നു ഇന്ത്യക്കാരുടെ കർഷകരുടെ പ്രതീക്ഷ. എന്നാൽ നീലം കൃഷി നടത്തി അത് വിളവെടുക്കുന്ന സമയമായപ്പോൾ, അത് ഹാർവെസ്റ്റ് ചെയ്യുന്ന സമയമായപ്പോൾ ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരായ കർഷകരെ ചൂഷണം ചെയ്തു. അവർ ആ നീലത്തിൻ്റെ വിളവിന് ആവശ്യമായ വിലയൊന്നും നൽകിയില്ല. ബ്രിട്ടീഷ് ഏജന്റുമാരെ ഇടപെട്ടുകൊണ്ട് കർഷകർക്ക് വളരെ തുച്ഛമായ, വളരെ കുറഞ്ഞ വിലയാണ് ആ നീലം കൃഷിക്ക് കൊടുത്തത്. മാത്രമല്ല ബ്രിട്ടീഷുകാർ അവരുടെ കൃഷിഭൂമിയൊക്കെ നാശമാക്കുകയും ചെയ്തു. മാത്രമല്ല ഈ നീലം കൃഷി തകരാൻ മറ്റൊരു കാരണവും ഉണ്ടായിരുന്നു, കൃത്രിമ ചായങ്ങളുടെ വരവ്. അതുവരെ എന്തുണ്ടായിരുന്നില്ല, കൃത്രിമമായ നിറങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇൻഡിഗോ കൃഷി ശക്തമാകുന്ന സമയത്ത് എന്തുണ്ടായി, കൃത്രിമ നിറങ്ങളും വരാൻ തുടങ്ങി. കൃത്രിമ നിറങ്ങൾ വന്നതോടുകൂടി ബ്രിട്ടീഷുകാർക്കും മറ്റുള്ളവർക്കൊന്നും ഈ ഇൻഡിഗോ അഥവാ നീലം ആവശ്യമില്ലാത്ത അവസ്ഥ വന്നു. അപ്പോൾ അതുവരെ ഇൻഡിഗോ കൃഷി ചെയ്ത ഇന്ത്യക്കാരായ കർഷകരുടെ അവസ്ഥ വളരെ പരിതാപകരമായി. കാരണം അവരുടെ കൃഷിഭൂമി മൊത്തം നീലം കൃഷി നടത്തിയെങ്കിലും ആ നീലത്തിന് ആവശ്യക്കാരില്ലാതായി, ആ നീലത്തിന് വില കിട്ടാതായി. ഇങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോഴാണ് ഇന്ത്യയിലെ നീലം കർഷകർ, പ്രധാനമായും ബംഗാളിലെ നീലം കർഷകർ ബ്രിട്ടീഷുകാർക്കെതിരെ കലാപം ആരംഭിച്ചത്. 1859 ഈ കലാപം ആരംഭിച്ചത്. കലാപത്തിന്റെ ഭാഗമായി ബംഗാളിലെ കർഷകർ അമ്പും വില്ലും വാളും ഇങ്ങനെയുള്ള ആയുധങ്ങളൊക്കെ ഏന്തിക്കൊണ്ട് നീലത്തിന്റെ ഫാക്ടറികൾ, ബ്രിട്ടീഷുകാരുടെ നീലം ഫാക്ടറികൾ ആക്രമിച്ചു. നിരവധി സ്ത്രീകളും കുട്ടികളും ഒക്കെ ഈ കലാപത്തിൽ പങ്കെടുത്തു. മാത്രമല്ല ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ഈ കലാപത്തിലേക്ക് കൽക്കത്തയിൽ നിന്നൊക്കെ വിദ്യാഭ്യാസം ലഭിച്ച ഒരുപാട് യുവാക്കളും ഈ കർഷകർക്ക് പിന്തുണയുമായി എത്തുകയും ചെയ്തു. ബ്രിട്ടീഷുകാരെ പിന്തുണച്ചവരെയും ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ജോലി ചെയ്തവരെയും കലാപകാരികൾ ബഹിഷ്കരിച്ചു. അവരോടൊന്നും സൗഹൃദം പാടില്ല എന്നൊക്കെ കലാപകാരികൾ പറഞ്ഞു. ഇങ്ങനെ ഈ കലാപം ശക്തമായ സമയത്ത് ഈ നീലം കർഷകരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ വേണ്ടി ബ്രിട്ടീഷ് ഗവൺമെന്റ് ഒരു കമ്മീഷനെ നിയമിക്കുകയും ആ കമ്മീഷന്റെ പഠനത്തിന് ശേഷം നീലം കൃഷി ലാഭകരമല്ല എന്ന് ആ കമ്മീഷൻ പ്രഖ്യാപിക്കുകയും അങ്ങനെ നീലം കൃഷി നിർത്തലാക്കണമെന്ന് പറയുകയും ചെയ്തു. ഇനി പറയാൻ പോകുന്നത് രണ്ടാമത്തെ കർഷക കലാപമാണ്. 1921 തെക്കേ മലബാർ കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്നിരുന്ന കർഷക കലാപമാണ് മാപ്പിള കലാപം എന്ന് അറിയപ്പെടുന്നത്. ഇതിനെ മാപ്പിള കലാപം എന്ന് വിശേഷിപ്പിക്കാനുണ്ടായ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ തെക്കേ മലബാറിലെ ഭൂരിഭാഗം ആളുകളും മുസ്ലിങ്ങളായിരുന്നു. ഇവരിൽ ഭൂരിഭാഗവും കൃഷിക്കാരുമായിരുന്നു. അവർ നടത്തിയിട്ടുള്ള ഈ കർഷക കലാപമാണ് മാപ്പിള കലാപം എന്നറിയപ്പെടുന്നത്. മാപ്പിള കലാപം എങ്ങനെയാണെന്നും എന്താണ് അതിന്റെ വിശദാംശങ്ങളെന്നും നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നീലം കർഷകരുടെ കലാപം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി കേരളത്തിലെ കർഷക കലാപങ്ങളെ കുറിച്ചാണ് പറയുന്നത്. പെസന്റ് റിവോൾട്ട്സ് ഇൻ കേരള. കേരളത്തിൽ മലബാറിലാണ് പ്രധാനമായും പെസന്റ് റിവോൾട്ട്സ് നടന്നത്, കർഷക കലാപങ്ങൾ നടന്നത്. മലബാറിലെ ഈ കർഷക കലാപങ്ങളെ മാപ്പിള കലാപങ്ങൾ എന്നും പറയാറുണ്ട്. കാരണം മലബാറിലെ മുസ്ലിങ്ങളെയാണ് മാപ്പിളമാർ എന്നറിയപ്പെടുന്നത്. മാത്രമല്ല മലബാറിലെ ഈ മാപ്പിളമാരിൽ ഭൂരിഭാഗവും കർഷകരായിരുന്നു. അതുകൊണ്ടാണ് മലബാറിലെ കർഷക സമരങ്ങളെ മാപ്പിള കലാപങ്ങൾ എന്നും പറയുന്നത്. 19ാം നൂറ്റാണ്ടിൽ ഏകദേശം 22ഓളം മാപ്പിള കലാപങ്ങൾ മലബാറിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. ഈ മാപ്പിള കലാപങ്ങൾക്കുള്ള പ്രധാനപ്പെട്ട കാരണമായിരുന്നു ഒന്ന്, ബ്രിട്ടീഷുകാരുടെയും ജന്മിമാരുടെയും, അതായത് ലാൻഡ് ലോർഡ്സിന്റെയും ബ്രിട്ടീഷുകാരുടെയും ഉപദ്രവങ്ങൾ. മറ്റൊരു കാരണം തെറ്റായ ഭൂനികുതി നയങ്ങൾ, അമിതമായ ടാക്സും കാര്യങ്ങളും, ലാൻഡ് റവന്യൂ സിസ്റ്റവും ഒക്കെ കലാപത്തിന് മറ്റൊരു കാരണമായിരുന്നു കൃഷിഭൂമിയിൽ നിന്ന് കർഷകരെ അഥവാ കുടിയൊഴിപ്പിക്കൽ, ടെനൻസിനെ കുടിയൊഴിപ്പിക്കൽ, എവിക്ഷൻ ഫ്രം ദ അഗ്രികൾച്ചർ ലാൻഡ്. കുടിയാന്മാർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കൃഷിഭൂമിയിൽ പാട്ടത്തിന് വാടകയ്ക്ക് കൃഷി ചെയ്യുന്ന വ്യക്തിയാണ് കുടിയാന്മാർ അഥവാ ടെനൻസ് എന്ന് പറയുന്നത്. ഈ കൃഷിഭൂമിയിൽ നിന്ന് ഈ കുടിയാന്മാരെ കുടിയൊഴിപ്പിച്ചതും ഈ മലബാറിലെ കർഷക കലാപത്തിന്, പെസന്റ് റിവോൾട്ട്സിന് കാരണമായി. ഇങ്ങനെ മലബാറിലെ പെസന്റ് റിവോൾട്ട്സ് ശക്തമാവുകയും ഒരുപാട് ബ്രിട്ടീഷ് അധികാരികളെ ഇവർ വധിക്കുകയും ചെയ്തു. ഇങ്ങനെ മലബാറിലെ കർഷക കലാപങ്ങൾ ശക്തമാകുന്ന സമയത്ത് ഈ കലാപങ്ങളെ അടിച്ചമർത്താൻ വേണ്ടി, ഇല്ലാതാക്കാൻ വേണ്ടി ബ്രിട്ടീഷ് ഗവൺമെന്റ് ഒരു പ്രത്യേക സേനാ വിഭാഗത്തെ നിയമിച്ചു. ആ സേനയ്ക്ക് പറയുന്ന പേരാണ് മലബാർ സ്പെഷ്യൽ പോലീസ് അഥവാ MSP എന്ന് പറയുന്നത്. ഇതൊരു സ്പെഷ്യൽ ആംഡ് പോലീസ് ബറ്റാലിയൻ ആയിരുന്നു. ആയുധങ്ങൾ ഏന്തിയ ഒരു സംഘമായിരുന്നു. ഇവർ കലാപകാരികളെ ഉപദ്രവിക്കുകയും വധിക്കുകയും ഒക്കെ ചെയ്തിരുന്നു.
പിന്നീട് ഈ കലാപത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി, കർഷക കലാപങ്ങളെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി ബ്രിട്ടീഷ് ഗവൺമെന്റ് ഒരു ഉദ്യോഗസ്ഥനെ, വില്യം ലോഗൻ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥന്റെ കീഴിൽ ഒരു വില്യം ലോഗൻ കമ്മീഷനെ നിയമിച്ചു. ആ കമ്മീഷൻ ഈ കലാപങ്ങളെ കുറിച്ച് അന്വേഷിക്കുകയും ഈ കലാപത്തിന് കാരണം ബ്രിട്ടീഷുകാരുടെ തെറ്റായ അൺഫെയർ ലാൻഡ് റവന്യൂ സിസ്റ്റമാണ്, ഭൂനികുതി നയങ്ങളാണ്, ടാക്സ് സിസ്റ്റം ഒക്കെയാണ് എന്ന് പറഞ്ഞു അദ്ദേഹം ഈ കലാപത്തിന് കാരണം ചൂണ്ടിക്കാണിച്ചു തന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങളായിരുന്നു. ഒന്ന്, കൃഷിയുടെ വാണിജ്യവൽക്കരണം എപ്രകാരമായിരുന്നു. കൃഷിയുടെ വാണിജ്യവൽക്കരണത്തിന്റെ ഭാഗമായി നടന്ന 2 പ്രധാന സമരങ്ങളെക്കുറിച്ച്, ആദ്യകാല ചെറുത്തുനിൽപ്പുകളെ കുറിച്ചുമാണ് ഇന്ന് നമ്മൾ പറഞ്ഞത്. ഒന്ന്, 1859 നടന്നിട്ടുള്ള നീലം കർഷക കലാപവും പിന്നീട് 1921 കേരളത്തിൽ തെക്കേ മലബാർ കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്ന കർഷക കലാപം, അത് മാപ്പിള കലാപം എന്ന് അറിയപ്പെടും. വീണ്ടും അടുത്ത പാഠഭാഗവുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.